വാർത്തകൾ വിശദമായി. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പത്തനംതിട്ട ബിജെപിയിൽ ഭിന്നത. പ്രതിഷേധവുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി. PC ജോർജിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ആവശ്യം. അനിൽ ആന്റണിക്കെതിരെ ഫേസ്ബുക്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത നേതാവിനെ ബിജെപിയിൽ നിന്നും പുറത്താക്കി. കർഷക മോർച്ച ജില്ലാ അധ്യക്ഷൻ ശ്യാംകുമാറിനെയാണ് പുറത്താക്കിയത്. അനിൽ ആന്റണിയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം പിതൃശൂന്യമെന്നായിരുന്നു പരാമർശം. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് സന്തോഷ് ഉണ്ട്. സന്തോഷ്, ഈ ഒരു നടപടി അല്ലെങ്കിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു പക്ഷേ PC ജോർജ് തന്നെ വരുമെന്നൊക്കെ തന്നെയാണ്. ഏറെ നാടകീയമായിട്ടാണ് ഇപ്പോൾ അനിൽ ആന്റണിയുടെ പേര് വന്നിരിക്കുന്നത്. അതിലും ഒരു BJPയിൽ രണ്ട് വിഭാഗമായി മാറിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിദ്യ, പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണിയെ നിർത്താനുള്ള തീരുമാനം പിതൃശൂന്യ നിലപാടാണ് എന്ന കടുത്ത ഭാഷയാണ് കർഷക മോർച്ച ജില്ലാ അധ്യക്ഷൻ ശ്യാം തട്ടയിൽ ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി പുറത്തുവിട്ടത്. 40 വർഷം MLA ആയിരുന്ന PC ജോർജിന്റെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വം ജനങ്ങൾ അംഗീകരിച്ചിരുന്നു. അത് BJP പ്രവർത്തകർക്കിടയിലും അത് വളരെ സ്വാധീനം ഉളവാക്കിയിരുന്ന കാര്യമായാണ് ഇദ്ദേഹം പറയുന്നത്. ഈ ഒരു പ്രതികരണം വന്നതോടുകൂടി BJP ഒരു വിഭാഗത്തിനിടയിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. ഈ പ്രതിഷേധം ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ഇദ്ദേഹം ഈ വീഡിയോ പുറത്തുവിടുകയും തൊട്ടടുത്ത നിമിഷത്തിന് ഇന്നലെ രാത്രിയിലാണ് ഇത് സംഭവിച്ചത്. അതിന് അടുത്ത സമയത്ത് തന്നെ K. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് നിന്നും നീക്കിയതായുമുള്ള കത്തും ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും പത്തനംതിട്ടയിൽ ഈ അടുത്ത കാലത്തായി BJPയിലേക്ക് ക്രിസ്തീയ വിശ്വാസികളും അതുപോലെ തന്നെ പ്രവർത്തകരുമായിട്ടുള്ള കുറെ അധികം ആൾക്കാർ അടുത്തു വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ വോട്ടുകളെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റാൻ BJP PC ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അതിനെ അനുകൂലമായി മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം BJP ഒരു വിഭാഗത്തിനിടയിൽ ശക്തമായി ഉണ്ട്. എന്തായാലും ഈ അനിൽ ആന്റണി പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുന്നതോടെ അത്തരം ചർച്ചകൾ വന്നതോടുകൂടി തന്നെ എന്തായാലും വളരെ കടുത്ത ഒരു പ്രതിഷേധം BJPയുടെ നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലുമുണ്ട്. പ്രത്യേകിച്ചും AK ആന്റണിയുടെ മുതിർന്ന കോൺഗ്രസ് നേതാവായ AK ആന്റണിയുടെ മകൻ ആയിട്ടുള്ള അനിൽ ആന്റണി ഇവിടെ വരുമ്പോൾ തീർച്ചയായും അത് കോൺഗ്രസിനോട് പ്രത്യേകിച്ചും ആന്റോ ആന്റണിയോട് വെറുപ്പുള്ള കോൺഗ്രസ്സുകാർ പോലും തിരിച്ച് കോൺഗ്രസ് തന്നെ വോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് അവരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ PC ജോർജ് ഈ മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ കുറച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ആളാണ്. PC ജോർജ് തീർച്ചയായിട്ടും ഇത്രയും പാരമ്പര്യമുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ പാരമ്പര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് BJPയിലേക്ക് വന്നത് അത് ഉപയോഗപ്പെടുത്താൻ BJPക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു കടുത്ത വിമർശനവുമുണ്ട്. അതുപോലെ തന്നെ AK ആന്റണിയെ പോലുള്ള ഒരാൾ ഇവിടെ വന്ന് കർഷക മോർച്ച ജില്ലാ അധ്യക്ഷൻ ശ്യാംകുമാറിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. പ്രതികരണം കേട്ടതിന് ശേഷം സന്തോഷിലേക്ക് തിരികെ എത്താം. അല്ലാണ്ട് നല്ല ചെറുപ്പക്കാരനാണ്, അതിനകത്തൊന്നും തെറ്റൊന്നുമില്ല, അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. അല്ലാണ്ട് ഒരു കുഴപ്പമുണ്ടാക്കിയ ആളാന്നൊരു പറയുന്നത്. പക്ഷേങ്കിൽ ഈ നാടിന്റെ വികസനത്തിന്, ഈ നാടിന്റെ ആവശ്യത്തിന് ഈ ജനതയുടെ ആഗ്രഹം PC ആയിരുന്നു. ഈ നാട്ടിലെ തീവ്രവാദ പ്രസ്ഥാനത്തിനെതിരെ, STPക്കെതിരെ, ഇവിടുത്തെ മതമൗലികവാദികൾക്കെതിരെ, ജിഹാദികൾക്കെതിരെ ബാക്കി എല്ലായിടത്തും അവിടുത്തെ നേതൃത്വം പറഞ്ഞവരെ തന്നെയാണ്. ഇവിടെ മോഡിജിയുടെ പേര് പറഞ്ഞ് ആരെ ഭീഷണിപ്പെടുത്തുന്നത്? ഞങ്ങളാരും മോഡിജിക്ക് എതിരല്ല. ഇവിടെ ആരും മോദിജി ഈ നാടിന്റെ ജനതയുടെ ഭാഗമാണ്. ജനതയ്ക്ക് വേണ്ടി ഈ നാടിനെ ശബ്ദിക്കുന്നവരാണ്. നിങ്ങൾ ആരോടാണ് ഇത് പറയുന്നത്? പിതൃശൂന്യതയാണ് കാണിച്ചത്, പിതൃശൂന്യത. ഈ നാടിന്റെ ജനതയുടെ ശബ്ദം കേൾക്കാതെ ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ 1,00,000 വോട്ട് തയ്ക്കത്തില്ല. 1,00,000 വോട്ട് നിങ്ങൾ എണ്ണി വെച്ചു. നിങ്ങൾ മത്സരിച്ചു നോക്കൂ. ഈ നാട് നിങ്ങൾക്ക് അനുകൂലമല്ല സാർ. നിങ്ങൾ ഈ ജനതയുടെ ശബ്ദം കേൾക്കാതെ, ഈ നാടിന്റെ ശബ്ദം കേൾക്കാതെ, കൃത്യമായി ഈ ജനതയോട് സംവദിക്കാതെ ആരെങ്കിലും കച്ചവടക്കാർ പറയുന്നത് കേട്ടിട്ട് പോയാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. 1,00,000 വോട്ട് തയ്ക്കില്ല. കാണാം.
സന്തോഷ്, തുടരാം. ഈ ഒരു കർഷക മോർച്ച ജില്ലാ അധ്യക്ഷനാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത്. സന്തോഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ AK ആന്റണിയോടുള്ള ഒരു മതിപ്പ് അനിൽ ആന്റണിക്ക് ലഭിച്ചേക്കാമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. എന്നാൽ മറ്റൊരു ഭാഗം AK ആന്റണി തന്നെ ഒരു സമയത്ത് ഈ ഒരു പാർട്ടി മാറ്റം അനിൽ ആന്റണിയെ തള്ളി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അത് എത്രമാത്രം സ്വീകാര്യമായിരിക്കും ഈ ഒരു വാദം? ഈ ശ്യാം തട്ടേൽ ഇപ്പോ അഭിപ്രായപ്പെട്ടതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവും അതാണ്. അതായത് BJPയുടെ നേതൃത്വം, ജില്ലാ നേതൃത്വം AK ആന്റണിയുടെ മകൻ എന്നുള്ള ഒരാളെ ഇവിടെ കൊണ്ടു നിർത്തുമ്പോൾ വോട്ട് അനുകൂലമായി വീഴും എന്നുള്ളൊരു പ്രത്യാശ അവരിലുണ്ടെങ്കിലും പക്ഷേ ഏറെക്കാലം കോൺഗ്രസിന്റെ എല്ലാ ഭാരവാഹിത്വങ്ങളും അനുഭവിച്ച AK ആന്റണിയുടെ മകൻ വന്ന് ഇവിടെ മത്സരിക്കുമ്പോൾ അതൊരു നെഗറ്റീവായ കാര്യമേ ഉണ്ടാക്കൂ. കാരണം ഈ കാലം ആന്റണി ഏതാണ്ട് 4 തവണയായി ഇവിടെ MP ആയിരിക്കുന്നു. അദ്ദേഹത്തോടുള്ള അദ്ദേഹത്തിന്റെ വികസന മുരടിപ്പിനെ ചൂണ്ടിക്കാട്ടിയാണ് BJP ഈ ഇലക്ഷനെ കാര്യമായും ഉപയോഗിക്കുന്നത്. സന്തോഷ് തുടരുക. ഇപ്പോൾ PC ജോർജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ PC ജോർജ്, വലിയ വിവാദങ്ങളിലേക്കാണ് നയിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? എന്താ വിവാദം എനിക്ക് മനസ്സിലാകുന്നത്? എന്താ വിവാദം പറയാതെ ഞാൻ എങ്ങനെ പ്രതികരിക്കാനാ? എനിക്കൊരു വിവാദം അറിയില്ല. അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കി പത്തനംതിട്ടയിൽ നിർത്തുന്നു എന്ന് പറയുന്നു. എന്നാൽ ഒരു വിഭാഗം താങ്കളാണ് ഏറ്റവും അനുയോജ്യനായ വ്യക്തി എന്നാണ് പറയുന്നത്. എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു? ഞാൻ സ്ഥാനാർത്ഥി ചോദിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ എന്നോട് അങ്ങനെ ചോദിച്ചാൽ മറുപടി ഞാൻ എന്താ പറഞ്ഞത്? പൊതുജനങ്ങൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തകർ ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ താങ്കൾ ആ ഒരു രംഗത്തേക്ക് വരണമെന്നാണ്. താങ്കൾക്ക് ഒരുപാട് അദ്ദേഹത്തിന് ഇതിൽ തന്നെ പറയുന്നുണ്ട്, ജനങ്ങളുടെ മനസ്സറിയുന്ന അല്ലെങ്കിൽ കർഷകരുടെ മനസ്സറിയുന്ന ഒരു നേതാവാണ്. ഒരുപാട് കാര്യങ്ങൾ താങ്കൾക്ക് കർഷകർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതൊരു അഭിപ്രായം എന്താണ്? ഇതുവരെ ഞാൻ ഈ കർഷകർക്ക് വേണ്ടി ബുദ്ധിമുട്ടി ജോലി കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതൊന്നും MP ആയിട്ടല്ലല്ലോ. അതുകൊണ്ട് MP ആയാലും ഇതൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. കാര്യങ്ങൾ ചെയ്യാൻ MP ആകണമെന്ന് നിർബന്ധമില്ല. MP ആവണമെന്ന് നിർബന്ധമില്ല എങ്കിൽ പോലും ഒരുപക്ഷെ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അല്ലാതെ ചെയ്യുന്നതിനേക്കാളും ഒരുപാട് കൂടുതൽ ചെയ്യാൻ സാധിക്കുമെന്നായിരിക്കും ഒരുപക്ഷെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? അത് ജനങ്ങളെ തെറ്റിദ്ധാരണ. അതിനൊന്നും ആവശ്യമില്ല. ഞാൻ MP ആയിട്ടില്ല ഇതുവരെയും. എന്നിട്ട് റബ്ബറിന്റെ കാര്യം തീരുമാനമെടുക്കട്ടെ. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മാന്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നല്ലോ. അപ്പോൾ ഒരു MP ആവണമെന്നൊന്നും ഇല്ല കാര്യം ചെയ്യാൻ. താങ്കൾക്ക് ഈ ഒരു അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ പൂർണ്ണമായും യോജിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്? ഒരു പാർട്ടിയുടെ പ്രവർത്തകനാണ് ഞാൻ. BJPയുടെ പ്രവർത്തകനാണ്. BJPയുടെ ദേശീയ നേതൃത്വം ഒരു പാർട്ടിയെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാൽ പിന്നെ അത് അനുകൂലിക്കുന്നുണ്ടോ ചോദിക്കാം. എനിക്ക് തന്നെ അവകാശം. അണികളുടെ ഒരു വികാരമുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു നാടിന്റെ വികാരമുണ്ടല്ലോ. അതായിരിക്കും ഒരുപക്ഷെ അവിടെ ഉള്ള അണികൾ, പ്രത്യേകിച്ചും ഒരു കർഷക മോർച്ച ജില്ലാ അധ്യക്ഷനാണ് ഇത്തരത്തിലൊരു വീഡിയോ ഇപ്പോൾ വൈറലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഭാഗത്തിന്റെ ഒരു അഭിപ്രായമായി അതിനെ കാണുന്നുണ്ടോ? PC ജോർജ് ഒന്ന് വ്യക്തമാകുന്നില്ല. ഒന്ന് PC ജോർജാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോട് അഭിപ്രായം പങ്കുവച്ചത്. അദ്ദേഹത്തിന് ഇതിൽ പ്രത്യേകിച്ച് മറ്റൊരു അഭിപ്രായമില്ല എന്നാണ് പറയുന്നത്. നേതൃത്വം സ്വീകരിക്കുന്ന മാർഗം എന്താണോ അല്ലെങ്കിൽ സ്വീകരിക്കുന്ന തീരുമാനം എന്താണോ അത് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാണ്. ഒരുപക്ഷെ സ്ഥാനമോഹങ്ങളൊന്നുമില്ല. അത്തരത്തിലൊരു സ്ഥാനമില്ലെങ്കിൽ പോലും ജനങ്ങളെ പൂർണ്ണമായും സേവിക്കാൻ ഇത്ര നാളും അദ്ദേഹം സേവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും തുടർന്നും രാഷ്ട്രീയ രംഗത്തുണ്ടാവും, പൊതുസേവന രംഗത്തുണ്ടാവും എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു വിവാദങ്ങളിലേക്കൊന്നും അദ്ദേഹം ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. സന്തോഷ് തുടരുക. PC ജോർജ് നമ്മളോടൊപ്പം പ്രതികരിച്ചതും നമ്മൾ കേട്ടു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ PC ജോർജ് ഈ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച മറ്റു വിമർശനങ്ങൾ നടത്തിയിരുന്നു. അത് എന്തായാലും ആ വിമർശനങ്ങളിലൂടെ ഏറ്റെടുത്തുകൊണ്ടാണ് എന്തായാലും ജില്ലാതലത്തിൽ ഇത്തരത്തിലുള്ള ഒരു BJPക്കകത്ത്
വളരെ രൂക്ഷമായ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം പത്തനംതിട്ടയിലെ BJP നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും ഒരു ഭിന്നിപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടി എന്തായാലും നേതൃത്വപരമായി ഒരു നീക്കം നടക്കുന്നുമുണ്ട്. എന്തായാലും ഈ കർഷക നേതാവിനെ ശ്യാം പട്ടേലിനെ പുറത്താക്കിയ നടപടിയിലും ഒരു വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ അതോടൊപ്പം തന്നെ നേതൃത്വം പറയുന്നത് പ്രതിഷേധങ്ങൾ ഉണ്ടാവാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം, അത്തരം കാര്യങ്ങളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുകയല്ല വേണ്ടുന്നത്. മറിച്ച് ഉചിതമായ സാഹചര്യങ്ങളിൽ സ്ഥലങ്ങളിൽ അതിനെ സംബന്ധിച്ച് വിമർശനം ഉന്നയിക്കുകയും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ടുന്ന സാഹചര്യത്തിൽ ഈ ലോക്സഭാ ഇലക്ഷന്റെ പടിവാതിക്കൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും വിഭാഗീയതയും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നിലവിൽ BJPക്കും അതോടൊപ്പം തന്നെ NDA സഖ്യത്തിനും ഉണ്ടാവാവുന്ന ഒരു അനുകൂല സാഹചര്യത്തെ കൂടുതൽ തകർക്കത്തേ ഉള്ളൂ എന്ന നിലയിലുള്ള ഒരു പ്രതികരണവുമാണ് നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ശ്യാം തട്ടയിൽ കർഷക മോർച്ച ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ശ്യാം തട്ടയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ചർച്ച എന്തായാലും BJPയിലും അതോടൊപ്പം തന്നെ അത് മറ്റ് കക്ഷികളിലും പ്രത്യേകിച്ചും LDFലും UDFലും അത് വളരെ കാര്യമായ ഒരു ചർച്ചയായി മാറാനും സാധ്യതയുണ്ട്. അവരതിനെ ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും കാര്യമായ ലോക്സഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും കാര്യമായ ചർച്ചയും സംവാദങ്ങളും ഇതുപോലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നു വരുന്നു. സജീവമായി പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം മാറുന്നു എന്നുള്ളതുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സന്തോഷ്, ഒരു അച്ചടക്ക നടപടിയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ശ്യാമിനെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. ഒരുപക്ഷേ കേന്ദ്ര നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ ഒരു തീരുമാനം ശരി തന്നെയാണ്. കാരണം ഭിന്നതകളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാകാം. അത് സംഘടനയ്ക്കകത്ത് പറഞ്ഞ് ഒത്തുതീർപ്പാക്കേണ്ട വിഷയങ്ങളാണ്. ഇത്തരത്തിലൊരു പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ പൊതുമാധ്യമങ്ങളിൽ വന്ന് അല്ല പ്രതികരിക്കേണ്ടത് എന്നുള്ള രീതി ശരി തന്നെയല്ലേ? വിദ്യ, തീർച്ചയായും മറ്റൊരു ഭാഗം നമ്മൾ കാണേണ്ടുന്നത് അനിൽ ആന്റണിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം ഈ ശ്യാം പട്ടേൽ അടക്കമുള്ള നേതാക്കൾ അല്ലെങ്കിൽ BJPക്കകത്തെ ഒരു വിഭാഗം നേതാക്കൾക്ക് അത് സ്വീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അങ്ങനെ അതൊരു തുറന്ന ചർച്ചയ്ക്കുള്ള വേദി ഉണ്ടോ എന്നുള്ളത് അത് അവരുടെ പാർട്ടിക്കകത്തെ കാര്യമാണ്, നമുക്കറിയാൻ കഴിയില്ല. എന്നിരുന്നാലും അത്തരത്തിലുള്ള സാഹചര്യം ഇല്ലാതെ വന്നതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായത് എന്നുള്ളതും നമ്മൾ കാണേണ്ടുന്ന കാര്യമാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചർച്ചകൾ ഒരു വ്യക്തിയുടെയോ അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ നേതാക്കളുടെയോ മാത്രം ഒരു അഭിപ്രായമായി കാണാൻ കഴിയുന്നില്ല. കാരണം ഈ പ്രതികരണം വന്നതിന് ശേഷം വളരെ രൂക്ഷമായ രീതിയിൽ ഇതിൽ ഒരു വിഭാഗം കൃത്യമായും അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരായ നിലപാടെടുക്കുന്നതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്ന സൂചന. അപ്പോ ഇത് അത്തരത്തിലൊരു വേദി ഉയർത്താൻ വേണ്ടിയാണോ ഇത്തരം സംഗതികൾ ചെയ്തത്, അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്രയും ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത്, അതിന് ഇത്ര കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നോ, അല്ലെങ്കിൽ ആ ഭാഷ എത്രയോ കടുത്തതായിപ്പോയി എന്നുള്ള നിലയിലൊക്കെ ഉള്ള വിമർശനങ്ങളും പ്രശ്നങ്ങളും വരുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പാർലമെന്റ് മത്സരം ഇത്രയും ചർച്ചയായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ളൊരു വിമർശനം അത് ഉചിതമായ വേദിയിലല്ല അത് നടത്തിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അതാണ് ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് ഉചിതമായ വേദികളിൽ അവതരിപ്പിക്കുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ശരി. എന്നിരുന്നാലും അത്തരത്തിലൊരു വേദി NDAയിലും BJPയിലും പത്തനംതിട്ടയിൽ ഉണ്ടോ എന്നുള്ളത്, അതുപോലെ തന്നെ ഇദ്ദേഹം തന്നെ പറയുന്നു, മറ്റൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ആൾക്ക് VA സൂരജിനെതിരെ രൂക്ഷമായ പ്രതികരണമാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഈ വീഡിയോയിൽ തന്നെ പറയുന്നു, PC ജോർജിനെ ആയിരുന്നു പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി പ്രവർത്തകർ ആഗ്രഹിച്ചിരുന്നത്. അനിൽ ആന്റണിയെ കൊണ്ടുവന്നതിന് പറഞ്ഞ ന്യായം കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേകിച്ച് മോഡിയുടെ ആഗ്രഹമാണ്, മോഡിയുടെ തീരുമാനമാണ് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞാണ് അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നത്. അത് ആരെയാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നത്? മോഡിയോടോ അല്ലെ അനിൽ ആന്റണിയോടോ വ്യക്തി വൈരാഗ്യങ്ങളോ ദേഷ്യമോ അല്ലെങ്കിൽ അത്തരം നിലപാടോ ഒന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഈ മോദി പറഞ്ഞു എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത് അത് മോദിയുടെ അഭിപ്രായമല്ല. മോദി അങ്ങനെ പറഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങളിൽ ഒരു അഭിപ്രായവുമില്ല. ഇങ്ങനെ പറഞ്ഞ
ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ കൊണ്ടുവരുന്നതാണ് പിതൃശൂന്യ നിലപാട് എന്ന കടുത്ത ഭാഷയാണ് എന്തായാലും ശ്യാം തട്ടേൽ എന്ന കർഷക മോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ ഉന്നയിച്ചിരിക്കുന്നത്. അത് വളരെ രൂക്ഷമായ ഒരു ആരോപണമാണ്. അത് വരും മണിക്കൂറുകളിൽ വലിയ ചർച്ചയാവാനും അതുപോലെ തന്നെ BJPക്ക് അകത്തുള്ള പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇടയിലുള്ള ഒരു ഭിന്നത എത്രമാത്രം രൂക്ഷമാണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. വരും മണിക്കൂറുകളിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ഉണ്ടാവും. എന്തായാലും ഈ NDA സഖ്യത്തെയും BJP പ്രവർത്തകരെയും അണികളെയും നേതൃത്വത്തെ എല്ലാം ഒരുപോലെ കൊണ്ടുപോകാൻ കിണഞ്ഞ പരിശ്രമം തന്നെ എന്തായാലും ജില്ലാ നേതൃത്വത്തിന് നടത്തേണ്ടി വരും, സംസ്ഥാന നേതൃത്വത്തിന് നടത്തേണ്ടി വരും, ഇടപെടലുകൾ ഉണ്ടാവേണ്ടി വരും. എന്തായാലും നമുക്ക് വരും മണിക്കൂറുകളിൽ അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. എന്തായാലും ഈ 3 സ്ഥാനാർത്ഥികളുടെയും പ്രത്യേകിച്ച് LDFന്റെ തോമസ് ഐസക്കും അതോടൊപ്പം തന്നെ ആന്റോ ആന്റണിയും കളത്തിൽ ഉണ്ട്. എന്തായാലും അനിൽ ആന്റണി ഇതുവരെ പത്തനംതിട്ടയിൽ എത്തിയിട്ടില്ല. ഇന്ന് എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും പാർലമെന്റ് മണ്ഡലത്തിലെ ഇലക്ഷൻ ചർച്ചകൾ, സംവാദങ്ങൾ എല്ലാം തകൃതിയായി നടക്കുന്നു. സന്തോഷ്, ഈ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വൈറലാണ് ഈ ഒരു സംഭവം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റത്തിന് അല്ലെങ്കിൽ ഒരു പുനർവിചിന്തനത്തിനൊക്കെ നേതൃത്വം തയ്യാറാകുമൊക്കെ ഒരുപക്ഷെ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ട് പോലും ഉണ്ട് വിശദീകരണം. അപ്പോൾ മറ്റൊരു നടപടി അല്ലെങ്കിൽ ഇതിലൊരു വീണ്ടും ഒരു ചിന്തയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടോ? വിദ്യ, ഈ ഒരു പ്രതികരണം വന്നതോടുകൂടി ഈ ശ്യാം തട്ടേലിനെതിരെ ഉടൻ തന്നെ അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടൊരു കത്ത് വന്നു എങ്കിലും നമുക്കറിയാൻ കഴിയുന്നത് ഒരു അച്ചടക്ക നടപടി എന്ന നിലയിൽ അത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും കൂടുതൽ അംഗങ്ങൾ ഈ PC ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചിരുന്ന ഒരു വിഭാഗവും അതോടൊപ്പം തന്നെ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിക്കുന്നവരും സ്വീകരിക്കുന്നതുമായുള്ള വിഭാഗങ്ങളും ഇവർ തമ്മിലുള്ള ഈ ഒരു രൂക്ഷമായ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ ഒരു പൊരുത്തക്കേടിനെ പരിഹരിച്ചുകൊണ്ട് ഈ പുറത്താക്കൽ നടപടിയെ അടക്കം മരവിപ്പിച്ചുകൊണ്ട് ഈ ഒന്നിച്ചു പോകത്തക്ക വിധത്തിൽ എല്ലാ വിഭാഗത്തെയും ഒന്നിച്ച് സ്വീകരിച്ചു കൊണ്ടുപോകത്തക്ക വിധത്തിൽ ഒരു നടപടിയിലേക്ക് തന്നെയായിരിക്കും സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ ജില്ലാ നേതൃത്വവും ലക്ഷ്യം വെക്കുക. കാരണം അതല്ല എങ്കിൽ ഒരു ഇലക്ഷന്റെ സാഹചര്യത്തിൽ BJPക്ക് അകത്തു തന്നെയുള്ള ഒരു വിഭാഗം ഇങ്ങനെ പോരടിക്കുന്നത് ഈ മൊത്തത്തിൽ അവർക്ക് മണ്ഡലത്തിൽ മൊത്തത്തിൽ ഈ പ്രത്യേകിച്ചും ഈ ക്രിസ്തീയ വിശ്വാസികളുടെയും അതുപോലെ തന്നെ ക്രിസ്തീയ സഭകളുടെയൊക്കെ ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അത് കൂടുതൽ വഷളാകത്തേ ഉള്ളൂ എന്നുള്ളതിനാലും ഈ പ്രശ്നങ്ങളെ കൂടുതൽ രമ്യതയോടുകൂടി പരിഹരിച്ചുകൊണ്ട് പോകാൻ തന്നെയായിരിക്കും ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ശ്രമിക്കുക. ശരി സന്തോഷ്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ BJPയിൽ ഭിന്നത, പ്രതിഷേധവുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി. PC ജോർജിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. ഇതിനെതിരെ അനിൽ ആന്റണിക്കെതിരെ ഫേസ്ബുക്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത നേതാവിനെ BJPയിൽ നിന്നും പുറത്താക്കി. കർഷക മോർച്ച ജില്ലാധ്യക്ഷൻ ശ്യാംകുമാറിനെയാണ് പുറത്താക്കിയത്. അദ്ദേഹം ഏറെ രൂക്ഷമായ രീതിയിലാണ് പ്രതികരിച്ചത്. ഈ ഒരു തീരുമാനം പിതൃശൂന്യം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം വിശദീകരണം തേടിയിട്ടുണ്ട്. വിവരങ്ങളുമായി ചേർന്നത് സന്തോഷാണ്. തിരുവനന്തപുരം പേട്ടയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി ഹസനുമായി ഇന്ന് തെളിവെടുപ്പ്. കുട്ടിയെ ഓടയിൽ ഉപേക്ഷിച്ചതിൽ